ഖത്തർ സൈന്യത്തെ ഗസയിൽ തടയുമെന്ന് ഇസ്രായേൽ, തടയുന്നതിനെ പ്രതിരോധിക്കുമെന്ന് തുർക്കി. അങ്ങനെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു വിഷയങ്ങളും പുതിയൊരു പ്രശ്നങ്ങളും ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. അന്താരാഷ്ട്ര സേനയെ വളരെ പെട്ടെന്ന് തന്നെ ഗസയിലേക്ക് എത്തിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കൂട്ടുന്നതിനിടയിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ ഒരു വിഷയം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഖത്തറിൻ്റെ സൈനികരെ ഗസയിലേക്ക് അയക്കുന്നത് ഇസ്രായേൽ തടയുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അറബ് രാജ്യങ്ങളൊന്നും സൈനികരെ അയക്കാൻ സാധ്യതയില്ല എന്നുള്ളത് അറബ് ലീഗുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ ഇതിനോടനുബന്ധിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഗസക്ക് ആവശ്യം ഭാഷ അറിയുന്ന, ബന്ധങ്ങളുള്ള, സഹകരണമുള്ള സേനയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സേന അങ്ങോട്ട് വിനിയോഗിച്ചിട്ട് കാര്യമില്ല. അതായത് ഇപ്പോൾ ജർമ്മനിയോ ഇറ്റലിയോ ഫ്രാൻസോ പോലുള്ള രാജ്യങ്ങളിലെ സൈനികർ അവിടെ എത്തിയിട്ട് ഈ അവിടുത്തെ ഗസക്കാരായിരിക്കുന്ന 23 ലക്ഷം മനുഷ്യന്മാരെ എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക? ഒന്നാമത്തെ ഭാഷ അറിയില്ല, സാമൂഹ്യപരമായിരിക്കുന്ന പാശ്ചാത്തലത്തിന് മാറ്റങ്ങളുണ്ട്, അവരുടെ ജീവിത രീതികൾക്ക് മാറ്റങ്ങളുണ്ട്. അങ്ങനത്തെ ആ ജനങ്ങളുമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സൈന്യമല്ല യൂറോപ്യന്മാരുടേത്. അതുകൊണ്ട് അറബ് രാജ്യങ്ങളാണ് വേണ്ടത് എന്ന് മുമ്പ് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. ഏറെക്കുറെ അതിനെ ഇസ്രായേലും ശരിവെച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സ്ഥിതികൾക്ക് വലിയ മാറ്റം വരികയാണ്. കാര്യം ഇസ്രായേൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യം വലിയ തരത്തിൽ ഹമാസിനെ സഹായിക്കുന്നു. അവർക്ക് സംരക്ഷണവും സാമ്പത്തിക സഹായങ്ങളും ഒരുപക്ഷെ ആയുധ സഹായങ്ങളും നൽകുന്നത് ഖത്തറാണ്. അപ്പോൾ അവരോടുമായിട്ട് സഹകരിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് തങ്ങൾ ആ രാജ്യത്തെ ആക്രമിച്ചത് എന്ന് ഇതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വലിയ രീതിയിൽ തന്നെ അന്ന് ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാരണം അമേരിക്കയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് ഏറെക്കുറെ ലോകത്തിന് അറിയാവുന്ന ഒരു കാര്യമാണ്. അവരുടെ എല്ലാവിധ പ്രതിരോധ സംവിധാനവും ഖത്തറിൻ്റെ അകത്തുണ്ടായിട്ടും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇതാണ് പ്രധാനമായിരിക്കുന്ന ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം പറയുന്നത്, ഇസ്രായേലിലെ പ്രധാനമന്ത്രി നെതന്യാഹു ഖത്തറിനോട് മാപ്പ് പറയേണ്ടി വന്നു. മാപ്പ് പറയുന്ന സാഹചര്യം വന്നതോടുകൂടി ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി അനുകൂലിക്കുന്നവർ വലിയ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നു. എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് അവർ ചോദിച്ചത്. അങ്ങനെ അത് ചോദിക്കേണ്ട യാതൊരു കാരണവും, അങ്ങനെ ഉണ്ടാവേണ്ട യാതൊരു കാരണമില്ല. കാരണം എന്ന് വെച്ചാൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തെ ആക്രമിക്കുക, തിരിച്ചടിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിനിടയിൽ ഈ ഖത്തറിനോട് മാപ്പ് പറഞ്ഞതോടെ വലിയ നാണക്കേട് ഇസ്രായേലിനുണ്ടായി. അപ്പോൾ അങ്ങനെ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായ ശേഷം 1948 ഇസ്രായേൽ രാജ്യം രൂപീകരിച്ചതിന് ശേഷം ഒരുപാട് യുദ്ധങ്ങളും കെടുതികളും അനുഭവിച്ച രാജ്യമാണ് ഇസ്രായേൽ. 10-ലധികം മുസ്ലിം രാജ്യങ്ങൾ പല ഘട്ടങ്ങളിലും പല കുറിയും ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ട്. ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ യുദ്ധത്തിലും ഇസ്രായേൽ ജയിച്ചിട്ടുണ്ട്, ഗസ യുദ്ധത്തിൽ ഒഴികെ. അങ്ങനെ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്ന ഈ രാജ്യം ഒരിക്കൽ പോലും മാപ്പ് പറയേണ്ട ഒരു സാഹചര്യങ്ങൾ വന്നിട്ടില്ല. 6 ദിന യുദ്ധം 6 രാജ്യങ്ങളുമായിട്ട് നടത്തിയിട്ട് പോലും വലിയ വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. പല ഭൂപ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു. ലോകം ഇസ്രായേലിനെ അംഗീകരിക്കപ്പെട്ടത് ആ കാലഘട്ടത്തിലാണ്. അന്നൊന്നും മാപ്പ് പറയാത്ത, അല്ല വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായ സമയത്ത് മാപ്പ് പറയാത്ത ഇറാഖിലെ ആണവ കേന്ദ്രം ആക്രമിച്ച് തകർത്തിട്ട് മാപ്പ് പറയാത്ത ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഖത്തറിന് നേരെ ഒരു സ്ഫോടനം നടത്തി, അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്തിയിട്ട് മാപ്പ് പറഞ്ഞത് എന്തിന് എന്ന ചോദ്യം വലിയ രീതിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നിരാശപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. പറഞ്ഞ മാപ്പ് തിരിച്ചെടുക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രയാസം ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഇങ്ങനെയാണ് അവിടുത്തെ സങ്കീർണമായിരിക്കുന്ന കാര്യങ്ങൾ പോകുന്നത്. ഈ 2 കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ ഒരു വിഷയം പറയുന്നത് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് രഹസ്യങ്ങൾ ഖത്തർ ചോർത്തി എന്നുള്ളതാണ്. അത് ഖത്തറിനെ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രഹസ്യങ്ങൾ ചോർത്തിയത് കൊണ്ടാണ് ഹമാസിൻ്റെ നേതാക്കന്മാർ അവിടെ കൊല്ലാൻ വേണ്ടി സാധിക്കാത്തത്. യഥാർത്ഥത്തിൽ ഈ രഹസ്യങ്ങൾ ചോർത്തിയത് തുർക്കിയാണ്. തുർക്കി ഇൻ്റലിജൻസ് രഹസ്യങ്ങൾ ഇസ്രായേലിനെ ചോർത്തുകയും അത് ഖത്തർ സൈനികർക്ക് നൽകുകയും ഖത്തർ സൈന്യം വളരെ പെട്ടെന്ന് തന്നെ ഈ മീറ്റിംഗ് നടക്കുന്ന മേഖലയിൽ നിന്ന് ഹമാസിൻ്റെ നേതാക്കളെ ഒഴിവാക്കുകയും ചെയ്തു. അതോടുകൂടി വലിയ ദുരന്തം ഉണ്ടായി എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ രഹസ്യം ചോർത്താൻ വേണ്ടി ഖത്തറിന് സാധിച്ചു എന്നുള്ള ഒരു അഭിമാനകരമായിരിക്കുന്ന നേട്ടമുണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ആ ഒരു വിരോധം യഥാർത്ഥത്തിൽ ഖത്തറിനോടുണ്ട്. ഇത്തരം മേഖലയിലെല്ലാം വൈവിട്ട സഹായങ്ങൾ ഹമാസിന് നൽകുന്നത് കൊണ്ടാണ് അവരിങ്ങനെ തളച്ച് വളരുന്നത്. അവർ യഥാർത്ഥത്തിൽ ഈ മധ്യസ്ഥ വിഷയമായിട്ട് അതിൻ്റെ കൂടെ തന്നെ പരാമർശത്തിൽ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും, മധ്യസ്ഥ ചർച്ചയിൽ ഉടനീളം പങ്കെടുത്ത രാജ്യമാണ് ഖത്തർ. ആ പങ്കെടുക്കുന്ന സമയത്തെല്ലാം ഏറെക്കുറെ ഹമാസിന് അനുകൂലമായിരിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിക്കാറുള്ളത്. അവരുടെ സൈന്യം അതിൻ്റെ വിശദീകരണക്കുറിപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഖത്തറിൻ്റെ സൈന്യം അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഹമാസിൻ്റെ സൈന്യം താൽക്കാലികമായിട്ട് മാറി നിൽക്കുക മാത്രമാണ് ചെയ്യുക. അടുത്ത ഘട്ടത്തിൽ അവരെന്ത് ചെയ്യുമെന്നറിയോ?
സൈനികമായ രീതിയിൽ വലിയ ശക്തി പ്രാപിക്കും. സൈനികപരമായ രീതിയിൽ ശക്തി സംഭരിക്കാനും ശക്തി ഉണ്ടാവാനും വേണ്ടിയിട്ട് ഖത്തറിൻ്റെ സൈന്യം ഹമാസിൻ്റെ സേനകളെ സഹായിക്കും. ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടൊരു ദുരന്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് സാധിക്കുകയില്ല, തങ്ങൾ അതിനെ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത്, അതായത് ഖത്തർ സൈനികരെ തടയും എന്ന സ്ഥിതികളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരിക്കലും അവർക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനത്തെ ഒരു പ്രയാസം ഇപ്പോൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുകയാണ്. ഇതിനെല്ലാം കൂടി കൂട്ടി വായിച്ചിട്ട് ഏത് രീതിയിലേക്കാണ് എത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിലുള്ളത് എന്ന് ചുരുക്കം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഖത്തറിൻ്റെ സൈനികരെ ഗസയിലേക്ക് അനുവദിക്കാത്ത ഒരു പശ്ചാത്തലവും സാഹചര്യങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ അറബ് സേന ഗസയിൽ ഇറങ്ങാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വരുന്ന സമയത്ത് അന്താരാഷ്ട്ര സേനയ്ക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയും കുറവാണ്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ പേരിലാണ് പുതിയൊരു വിഷയം വരുന്നത്. പാകിസ്ഥാൻ്റെ സൈനികരെ ഇങ്ങോട്ട് അയക്കും എന്നാണ് പറയുന്നത്. എന്നാൽ പാകിസ്ഥാൻ്റെ സേന വരുന്നതിനെ വലിയ എതിർപ്പ് പാകിസ്ഥാനിൽ തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. വലിയ ഷിയ വിഭാഗമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ആ രാജ്യത്തിൽ നിന്ന് ഷിയ വിഭാഗം ഈ കാര്യത്തിന് വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചതോടുകൂടി സൈനികർക്കിടയിൽ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ ഭിന്നതയാണ് നിലനിൽക്കുന്നത്. ഇതൊരു ഉചിതമായിരിക്കുന്ന കാര്യമല്ല. അതിൻ്റെ കാരണം അവർ പറയുന്നത് ഇങ്ങനെയാണ്: വലിയൊരു യുദ്ധ ഭൂമികയായിട്ട് ഗസ മാറിയിരിക്കുന്നു. അതിന് ലോകാടിസ്ഥാനത്തിൽ വലിയ എതിർപ്പ് ഇസ്രായേലിനെതിരെ നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മുസ്ലിം രാജ്യം ഗസയ്ക്കെതിരെ നിലപാടെടുക്കുന്നത് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ, അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ സാരമായിട്ട് ബാധിക്കുന്നതാണ്. ഈ പ്രവൃത്തിയിൽ നിന്ന് യഥാർത്ഥത്തിൽ മാറി നിൽക്കണം എന്ന അഭിപ്രായം ഇപ്പോൾ തന്നെ പ്രകടിപ്പിക്കപ്പെട്ടിരിക്കുന്നു അവിടുത്തെ ജനങ്ങൾ. അസീം മുനീർ എന്ന് പറയുന്ന സൈനിക കമാൻഡർ പോലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കൺഫ്യൂഷനാണ്. ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം എന്നറിയാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഈ വിഷയവുമായിട്ട് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നു എന്നാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന സൂചന. അപ്പോൾ ഖത്തറിനെ സംരക്ഷിക്കാൻ വേണ്ടി അറബ് സേനകൾ തയ്യാറാകുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ലക്ഷക്കണക്കിന് പാകിസ്ഥാനികൾ ജോലി ചെയ്യുന്ന രാജ്യമാണ് അറബ് രാജ്യങ്ങൾ. ഒരു പക്ഷേ അതുപോലും ബാധിക്കും എന്നൊരു ഭയപ്പാട് പാകിസ്ഥാനിലുണ്ട്. അഥവാ സാമ്പത്തിക രംഗം തകരുകയും അറബ് രാജ്യങ്ങളുമായിട്ട് ശത്രുതാ അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തെയും ഒരിക്കലും പാകിസ്ഥാൻ സ്വാഗതം ചെയ്യില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പ് തന്നെ യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളുമായി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഇത് സാധ്യമാകുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. സർവ്വ മേഖലയിലും കുടുങ്ങിയിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉള്ളത് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.